കേരളം ഉറ്റുനോക്കുന്ന വാർത്തയിലേക്കാണ് ആദ്യം. 5 പേർക്ക് ജീവൻ പകർന്നു നൽകി മരിച്ച മല്ലപ്പള്ളി സ്വദേശി ആലിൻ ഷെറിന്റെ സംസ്കാരം നാളെ. മല്ലപ്പള്ളി നെടുങ്ങാടപ്പള്ളി CSI ചർച്ചിൽ നാളെ വൈകുന്നേരം 3 മണിക്കാണ് സംസ്കാരം നടക്കുക. മല്ലപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നാളെ രാവിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. പോസ്റ്റ്മോർട്ടം അർദ്ധരാത്രിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായിരുന്നു. ആലിന്റെ അവയവങ്ങൾ തിരുവനന്തപുരത്തെത്തിച്ച ആംബുലൻസ് ഡ്രൈവർ ഉൾപ്പെടെ എല്ലാവർക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് നന്ദി അറിയിച്ചു. അഖിൽ കെയും സ്വാന്തന സാജുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം അഖിലിലേക്കാണ്. അഖിൽ കോട്ടയത്തെ ആശുപത്രിയിലുണ്ട്. അഖിൽ, അങ്ങനെ 5 പേർക്ക് ജീവൻ പകർന്നു നൽകിയിട്ടാണ് ആലിൻ വിടവാങ്ങുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നലെ പൂർത്തിയായിരുന്നു. ഇനി സംസ്കാര ചടങ്ങുകളാണ്, അത് നാളെയാണ്. ഇനി എപ്പോഴാണ് മൃതദേഹം വീട്ടുകാർക്ക് നൽകുന്നതും ബാക്കി നടപടിക്രമങ്ങളൊക്കെ? ശ്രുതി, കീർത്തന, ഇന്നലെ 12 മണിയോടുകൂടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് വെച്ച് പോസ്റ്റ്മോർട്ടം പൂർത്തിയായത്. ഇന്നലെ 10 തന്നെ കുട്ടിയുടെ മൃതദേഹം അവിടേക്ക് എത്തിച്ചു. ഉടൻ തന്നെ അതിനുവേണ്ട നടപടികളും ആരംഭിച്ചിരുന്നു. സമീപകാലത്തൊന്നും ഈ രാത്രിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടന്നിരുന്നില്ല. ബന്ധുക്കൾ ഇന്നലെ തന്നെ മൃതദേഹം വിട്ടുകിട്ടണം എന്നൊരു അഭ്യർത്ഥന വെച്ചതുകൊണ്ട് തന്നെയായിരുന്നു ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുകയും അതിനുവേണ്ടി ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തി ഇന്നലെ തന്നെ ഈ മൃതദേഹം വിട്ടു നൽകിയത്. ആദ്യഘട്ടത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കുട്ടിക്ക് ഒരു ആദരവ് നൽകിയ ശേഷം ഇന്ന് രാവിലെ നൽകാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ബന്ധുക്കൾ ഇന്നലെ തന്നെ നൽകണം എന്നൊരു അഭ്യർത്ഥന വെച്ചതോടുകൂടി അത് അംഗീകരിച്ച് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കൈമാറി. ഇന്നലെ 1 മണിയോടുകൂടിയാണ് നമുക്ക് പുറകിലുള്ള ഈ ആശുപത്രിയിലേക്ക് ഈ കുട്ടിയുടെ മൃതദേഹം എത്തിച്ചിരിക്കുന്നത്. നിലവിൽ ഇവിടെയാണ് ഈ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് ഇവിടെ നമുക്ക് അറിയാൻ സാധിച്ചത് ഇങ്ങനെയാണ്. ഇന്ന് മൃതദേഹം ഇവിടെ സൂക്ഷിച്ച ശേഷം നാളെ രാവിലെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്തും എന്നുള്ളതാണ്. നെടുങ്ങാടപ്പള്ളി CSI ചർച്ചിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ രീതിയിലായിരിക്കും കാര്യങ്ങൾ കൊണ്ടുപോവുക എന്ന കാര്യമാണ് എന്തായാലും നിലവിൽ ഇപ്പോൾ ബന്ധുക്കളിൽ നിന്നുമൊക്കെ നമുക്ക് ചോദിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറെ വേദന ഉണ്ടാക്കുന്ന, ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ടൊക്കെ പോകുന്നതിനായിട്ടൊക്കെ നാളെ 3 മണിയോട് കൂടി തന്നെ മറ്റ് സംസ്കാര ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏറെ വൈകിയാണെങ്കിൽ പോലും ഇന്നലെ രാത്രി കൊണ്ടുവരുമ്പോൾ പോലും ഇവിടെ 100 കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ നിരവധിയായ ആളുകളുണ്ടായിരുന്നു. വലിയ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ സമാനമായ രീതിയിൽ നാളെയും ഒരുപക്ഷെ ഒരു പൊതുദർശനം എന്ന രീതിക്ക് വീട്ടിൽ കാര്യങ്ങൾ സജ്ജീകരിക്കുമോ എന്ന കാര്യത്തിലേക്കാണ് ഒരു വ്യക്തത വരേണ്ടത്. എന്തായാലും ഇന്ന് നിലവിൽ ഇവിടെ ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കും എന്നാണ് നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഇവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല എന്നാണ് അവർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഒരുപക്ഷെ അതിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വരുന്ന മണിക്കൂറുകളിലൊക്കെ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ചിലപ്പോൾ കൂടുതൽ ആളുകൾ എന്തെങ്കിലും ഒരു അഭിപ്രായം വീട്ടിലേക്ക് ഇന്ന് കൊണ്ടുപോകണം എന്ന അഭിപ്രായം കൂടുതൽ വരികയാണ്. കാരണം ഇന്ന് രാത്രിയിലാണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ മാറ്റമുണ്ടെങ്കിൽ അത് വീണ്ടും വരുന്ന മണിക്കൂറുകളിലേക്ക് വരാൻ സാധിക്കും. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിന്നും കൊണ്ടുപോകുന്നില്ല. ഇന്ന് പൂർണ്ണമായും ആശുപത്രിയിൽ തന്നെ സൂക്ഷിക്കും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നാളെ രാവിലെയോട് കൂടിയാണ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ കൊണ്ടുപോകുന്നതാണ് നേരത്തെ അറിയിച്ചത്. അപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഈ CSI പള്ളിയിലെത്തത്തിന്റെ സംസ്കാര ചടങ്ങുകളും മറ്റു കാര്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത്. ശ്രുതി, കീർത്തന. ഓക്കെ, അഖിൽ കെയാണ് വിശദാംശങ്ങൾ നൽകിയത്. സ്വാന്തന സാജു കൂടിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗുഡ് മോർണിംഗ് സ്വാന്തന. ഹ്രസ്വ ജീവിതമായിരുന്നു ആ കുഞ്ഞു ജീവിതം. വളരെ കുറഞ്ഞ കാലം കൊണ്ടുള്ള ജീവിതം. അവൾ വലിയൊരു ദൗത്യം പൂർത്തിയാക്കിയാണ് മടങ്ങുന്നത്. കേരളത്തിന്റെ പ്രിയപ്പെട്ടവളായി. ഇനിയിപ്പോൾ അതിനുശേഷം 2 പേരുടെ ശസ്ത്രക്രിയ ഇന്നലെ പൂർത്തിയായിട്ടുണ്ടല്ലോ, അവയവം സ്വീകരിച്ച്. മറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, മറ്റ് നടപടികൾ എങ്ങനെയൊക്കെയാണ്? ശ്രുതി, കീർത്തന, നമ്മൾ ഇന്നലെ ഏതാണ്ട് ഒരു 3.25 മണിക്കൂറോളം കണ്ട നിർണായകമായ യാത്ര അത് വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ വേണ്ടി ആരോഗ്യവകുപ്പിനും അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരുടെയും ശ്രമം കൊണ്ട് തന്നെ അത് കൃത്യമായ രീതിയിൽ കൃത്യമായ സമയത്ത് അവയവങ്ങൾ എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നീട് നമ്മുടെ മുന്നിലുണ്ടായിരുന്ന നിർണായകമായ ഘട്ടം എന്ന് പറയുന്നത് ആ അവയവങ്ങൾ അത് സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് കൃത്യമായി തന്നെ നൽകുക എന്നുള്ളതായിരുന്നു. 2 ശസ്ത്രക്രിയകളാണ് ഇന്നലെ രാത്രി തന്നെ നടന്നത്. ഒന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ് നടന്നത്. അത് തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലാണ് നടന്നത്. അവിടെയും ഒരു ചരിത്രം പിറക്കുകയായിരുന്നു. കാരണം ഈ സ്വീകരിച്ച കുഞ്ഞിന് 6 മാസം മാത്രമാണ് പ്രായമുള്ളത്. സംസ്ഥാനത്ത് അവയവം സ്വീകരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ സ്വീകർത്താവാണ് കിംസിൽ ഇന്നലെ ഈ അവയവം സ്വീകരിച്ച കുട്ടി. കിംസിൽ ഇന്നലെ രാത്രി തന്നെ ഈ ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കുന്നത്. കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ആശുപത്രി അധികൃതർ ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊരു ശസ്ത്രക്രിയ നടന്നത് അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു നടന്നത്. SIT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു 10 വയസ്സുകാരനാണ് ഈ കുട്ടിയുടെ വൃക്കകൾ നൽകിയത്. അതിന്റെ ശസ്ത്രക്രിയ ഇപ്പോൾ രാവിലെയോടുകൂടി തന്നെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ രാവിലെ ഈ കേസോട്ടോ അധികൃതരുമൊക്കെയായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ആ കുട്ടി, 2 കുട്ടികളും ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ 2 കുട്ടികളും ഇനി ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള ഒരു പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത്. ഡോക്ടർമാരെല്ലാവരും തന്നെ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ കിംസിലാണെങ്കിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലാണെങ്കിലും ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരെല്ലാം തന്നെ പരമാവധി അവരെ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള
ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. ഇതല്ലാതെ ആ കുഞ്ഞിന്റെ നേത്രപടലങ്ങൾ ദാനം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൃദയ വാൽവും ദാനം ചെയ്തിട്ടുണ്ട്. ഹൃദയ വാൽവ് SIT ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ കുറച്ച് ദിവസം സൂക്ഷിക്കും. കാരണം കൃത്യമായ ഒരു സ്വീകർത്താവ് വന്നാൽ മാത്രമേ അത് നൽകാൻ കഴിയൂ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കേസ് ഓട്ടോയും വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി കുഞ്ഞുങ്ങൾ ഈ ഹൃദയ വാൽവ് ലഭിക്കുന്നതിന് വേണ്ടി കേസ് ഓട്ടോയിലും മറ്റും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മാച്ചിങ് ആയ ആളെ കണ്ടെത്തിയ ശേഷം ഹൃദയ വാൽവ് നൽകും എന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നേത്രപടലങ്ങൾ അത് എറണാകുളം അമൃത ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. കുഞ്ഞ് ചികിത്സയിലിരുന്ന ആശുപത്രിക്ക് തന്നെയാണ് ആ നേത്രപടലങ്ങൾ നൽകിയിരിക്കുന്നത്. ഈ നേത്രപടലങ്ങൾ 2 പേർക്കായിട്ട് നൽകും എന്നുള്ള കാര്യം കൂടി എന്തായാലും അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ 5 പേർക്ക് പുതുജീവൻ നൽകിക്കൊണ്ടാണ് ആ കുഞ്ഞ് മാലാഖ നമ്മളോട് വിട പറഞ്ഞു പോയിരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് അങ്ങേയറ്റം ഒരു നിർണായകമായ തീരുമാനം ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയും ആ സമയത്ത് എടുത്തതുകൊണ്ട് മാത്രമാണ് ഇന്നലെ അവയവദാനത്തിന്റെ തന്നെ ഒരു പുതിയ ഏടായി ഇന്നലത്തെ ആ ഒരു ദിവസം മാറിയത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇനിയിപ്പോൾ ഉള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ അത് സ്വീകരിക്കുന്ന കുട്ടികളുടെ ആരോഗ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് മുന്നിലുള്ളത്. അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും വിവരങ്ങളും ഒക്കെ വരും മണിക്കൂറിൽ തന്നെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. കേരളം നെഞ്ചെടുപ്പോടെ കണ്ട 3 മണിക്കൂറായിരുന്നു ഇന്നലത്തേത്. 10 മാസം മാത്രം പ്രായമുള്ള ആലിന് 5 പേർക്ക് പൊതുജീവൻ നൽകിയാണ് യാത്രയാകുന്നത്. സ്വാന്തന സാജും ഒപ്പം അഖിൽ കെയുമാണ് വിശദാംശങ്ങൾ നൽകിയത്.